നമ്മുടെയൊക്കെ വീട്ടിൽ പഴയ വളകൾ ഉണ്ടാകാറുണ്ടല്ലേ? കമ്പി വളകൾ, ഗ്ലാസിൻ്റേത്, ഫൈബറിൻ്റേത്, അങ്ങനെ പല ടൈപ്പിലുള്ള വളകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിറമൊക്കെ മങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ എടുത്ത് കളയാറാണ് പതിവ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ വളകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് കേട്ടോ. നമ്മുടെ അലമാരയിൽ സ്ഥലക്കുറവുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓർഗനൈസർ ഈ ഒരു വള ഉപയോഗിച്ച് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ആണി അടിക്കാണ്ട് കിച്ചണിൽ ഉപയോഗിക്കുന്ന യൂട്ടൻസിലുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ തയ്യാറാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാതിരിക്കാൻ വരെ ഈ വള നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യം തന്നെ നമ്മൾ വള വെച്ചിട്ട് അടിപൊളി ഒരു ഓർഗനൈസറാണ് കേട്ടോ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരേ രീതിയിലുള്ള 5 വളകൾ എടുത്തിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ടേപ്പ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. ടേപ്പ് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ടൊയിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിയെടുത്താലും മതി. ഇതുപോലെയുള്ള ഓർഗനൈസർ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അത്യാവശ്യം നല്ല കാശൊക്കെ ആവും കേട്ടോ. പക്ഷേ നമ്മൾ ഇന്ന് 5 പൈസ ചിലവില്ലാണ്ട് വെറുതെ കളയുന്ന വള ഉപയോഗിച്ചാണ് നല്ലൊരു ഓർഗനൈസർ തയ്യാറാക്കിയെടുക്കുന്നത്. 2 വള ഞാൻ നല്ലപോലെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി വളകൾ കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആദ്യം എടുത്ത 5 വളകളും നല്ല പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 വളകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഏകദേശം ഒരു നടുക്ക് വരത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ 2 വളകൾ വെച്ച് കൊടുക്കാനായിട്ട്. അതും നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഒരു വള കൂടി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എല്ലാ വളകളും ഒരേ അളവിലുള്ളതാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ഇതേ നോക്കിയാൽ ഒട്ടും തന്നെ അഭംഗിയൊന്നുമില്ല. അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസർ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കിച്ചണിലോ ബെഡ്റൂമിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ഹൂക്കിൽ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടവലുകൾ, അതുപോലെ തന്നെ നമ്മൾ പുറത്ത് കൊണ്ടുപോകുന്ന ബാഗുകളൊക്കെ തന്നെ നമുക്ക് ഇതിൽ തൂക്കിയിടാൻ കഴിയും. എനിക്ക് പൊതുവേ കിച്ചണിൽ സമയം പോകുന്നത് കിച്ചൺ ടവലുകൾ അന്വേഷിച്ചാണ്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ഹോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് കൈ ഒന്ന് തുടയ്ക്കാനായിട്ട് നോക്കുമ്പം കിച്ചൺ ടവലുകൾ കിട്ടാറേ ഇല്ല. ഇത് തന്നെ നമുക്ക് ബെഡ്റൂമിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ മോളുടെ കബോർഡിലാണ് കേട്ടോ ഈ ഒരു ഓർഗനൈസർ ഹാങ് ചെയ്തിരിക്കുന്നത്. ഷോളൊക്കെ നമുക്കിതിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും. പഴയ വള വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് നമുക്ക് കണ്ടു നോക്കിയാലോ. ഇതുപോലൊരു സ്ക്വയർ ബോക്സിനകത്ത് പഴയ വളകൾ ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു ഗ്ലൂ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് സാധനങ്ങളൊക്കെ ഈ ഓരോ വളയ്ക്കുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് കഴിയും. പലരുടെയും മേക്കപ്പ് സാധനങ്ങൾ വെക്കുന്ന ട്രോ തുറന്ന് നോക്കുകയാണെങ്കിൽ ഭയങ്കര മെസ്സി ആയിരിക്കും. ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ വളയിലും തലയിൽ കുത്തുന്ന സ്ലൈഡ്, പിന്ന്, അതുപോലെ തന്നെ കമ്മലൊക്കെ ഇതിനുള്ളിൽ വെക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് കാണാതെ പോകുന്ന ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ ഇതുപോലൊരു സ്ക്വയർ ബോക്സിനുള്ളിൽ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാണാനായിട്ട് എത്ര നല്ല ക്യൂട്ടാണ്. ഇതുപോലൊരു ഓർഗനൈസർ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം നല്ല കാശായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 200 രൂപയ്ക്ക് അടുത്തൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 5 പൈസ ചിലവാകാണ്ട് പഴയ ഒരു സ്ക്വയർ ബോക്സിനുള്ളിലാണ് വള വെച്ചിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങുന്ന ചൂട് പാത്രങ്ങൾ നേരെ എടുത്ത് ടൈലിന് മുകളിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗത്ത് നിറം മങ്ങാനും കറ വരാനുമൊക്കെ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെയുള്ള പഴയ വളകൾ നമുക്ക് ചൂടുപാത്രങ്ങൾ വെക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ വളയൊന്നും എടുക്കരുത് കേട്ടോ. ഫൈബറിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ തടിയുടെയോ ഒക്കെ വളകൾ നമുക്ക് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അതിന് പകരമായിട്ട് നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു വളയും ഉപയോഗിക്കാവുന്നതാണ്. കിച്ചണിൽ നമ്മൾ ലൈറ്ററും തവിയുമൊക്കെ തൂക്കിയിടാനായിട്ടുള്ള സ്റ്റാൻഡുകൾ നമ്മൾ വാങ്ങാറുണ്ട്. പക്ഷേങ്കിൽ അത് ആണി അടിച്ചിട്ട് വേണം തൂക്കാനായിട്ട്. ഇന്ന് നമ്മൾ വള ഉപയോഗിച്ചിട്ട് ആണി അടിക്കാണ്ട് അടിപൊളി ഒരു സ്റ്റാൻഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് കമ്പിവളകളാണ് കേട്ടോ വേണ്ടത്. പഴയ ഒരു കമ്പിവള എടുത്ത് ഞാൻ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാണോ തവിയും സ്പൂണും ഒക്കെ തൂക്കേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള ടേപ്പ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തവിയും സ്പൂണും അതുപോലെ തന്നെ ലൈറ്ററും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെക്കാവുന്നതാണ്. കാണാനായിട്ട് ഒട്ടും തന്നെ ഭംഗിയില്ല, നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും. ഞാനിവിടെ സ്റ്റൗവിൻ്റെ അടുത്താണ് കേട്ടോ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായിട്ട് കഴിയും.
പെട്ടെന്ന് സാരിയൊക്കെ ഉടുത്ത് പുറത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്ന സമയത്ത് പിന്ന് തപ്പി സമയം കളഞ്ഞിട്ടുള്ള എത്ര പേരുണ്ടാവും? ഞാൻ അങ്ങനെ ഒരാളാണ് കേട്ടോ. ഇനി നമുക്ക് പിന്നുകളൊക്കെ ഇതുപോലൊരു പഴയ വളയിൽ കോർത്തിട്ടതിന് ശേഷം ഒരു ഹൂക്കിൽ തൂക്കിയിടുകയാണെങ്കിൽ എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. ഞാനിത് മേക്കപ്പ് സ്റ്റാൻഡിൻ്റെ അരികിലാണ് കേട്ടോ തൂക്കിയിടുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം മോൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് അവൾ തന്നെ സ്വന്തമായിട്ട് പിന്നൊക്കെ എടുത്തിട്ട് ഷോള് സെറ്റ് ചെയ്തോളും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ഹർബറിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 50 പ്രാവശ്യം അമ്മയെ വിളിക്കും, പിന്നെ എവിടെ, സോക്സ് എവിടെയെന്നൊക്കെ ചോദിച്ച്. ഇനി നമ്മൾ പഴയ വള ഉപയോഗിച്ച് കിച്ചൺ സിങ്ക് എങ്ങനെ ബ്ലോക്ക് ആകാതെ വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പി ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു തടിയുടെ വളയാണ്. കമ്പിയുടെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ ഒക്കെ വളയെടുത്താൽ ഒട്ടുകയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തടിയുടെ വള തന്നെ എടുത്തിരിക്കുന്നത്. ആ വളയുടെ ഒരു സൈഡ് നല്ലതുപോലെ ഉരച്ച് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ ഒട്ടിച്ചു വെക്കേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം സിങ്കിൻ്റെ സൈഡിലാണ് കേട്ടോ ഒട്ടിച്ചു വെക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഹോളുകൾ ഇട്ട് വെച്ചിരുന്ന ചെറിയ പാത്രമുണ്ടല്ലോ, അത് ഈ ഒരു വളയുടെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ അരിപ്പയായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പാത്രം കഴുകുന്ന സമയത്ത് വേസ്റ്റ് വരുന്ന സാധനങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ചും ചായപാത്രം കഴുകുന്ന സമയത്ത് ചായയുടെ ആ കൊതിന ഉണ്ടല്ലോ, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ബ്ലോക്ക് ആവും. അതിന് പകരമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം താഴെ പൊയ്ക്കോളും. ആ ഒരു ചായയുടെ കൊതിനമൊക്കെ ആ ഒരു പാത്രത്തിൽ തങ്ങി നിന്നോളും. കുട്ടികളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രം ഡയറക്റ്റ് ആയിട്ട് സിങ്കിലാണ് കൊണ്ടിടാറ് പതിവ്. അപ്പോൾ അവരെ ഒന്ന് ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ കഴിച്ച പാത്രത്തിൽ ബാക്കിയുള്ളതൊക്കെ ഈ ഒരു പാത്രത്തിൽ ഇട്ടോളും. അപ്പം നമ്മുടെ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആവില്ല. ഈ ഒരു സ്റ്റാൻഡ് ഇതിന് മാത്രമല്ല കേട്ടോ. രാത്രിയിൽ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം സ്ക്രബ്ബർ നമുക്ക് ഇതിന് മുകളിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം തോർന്നു പോയിട്ട് ഉണങ്ങിക്കിട്ടും. പ്രത്യേകിച്ച് മഴ സമയത്തൊക്കെ സ്ക്രബ്ബർ ഉണങ്ങിക്കിട്ടാനായിട്ട് നല്ല പാടാണ്. അപ്പം നമുക്ക് ഇതുപോലെ വെക്കുകയാണെങ്കിൽ രാവിലെ വരുമ്പോഴേക്കും നമ്മുടെ സ്ക്രബ്ബർ നല്ലപോലെ ഉണങ്ങിയിരിക്കും. മഴ സമയത്ത് നമുക്ക് തുണി ഉണക്കുക എന്ന് പറഞ്ഞാൽ നല്ല തലവേദനയാണല്ലേ. ഒരുപാട് തുണികൾ അശ മൊത്തവും നിറഞ്ഞിട്ട് നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് ഒരേ സമയം കുറേ അധികം തുണികൾ ഉണക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഓർഗനൈസറാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ടൊരു ഹാങ്ങർ എടുത്ത് അതിൻ്റെ അടിഭാഗത്ത് 4 or 5 വളകൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലതുപോലൊരു ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഒരേ സമയം കുറഞ്ഞ സ്ഥലത്ത് ഒരു 4 തുണി നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് കഴിയും. തുണി ഉണക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കബോർഡിൽ സ്ഥലക്കുറവുള്ളവർക്കും ഈ ഒരു ഹാക്ക് ചെയ്യാവുന്നതാണ്. പകൽ സമയത്ത് കർട്ടനൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് റൂമിനുള്ളിലേക്ക് വെട്ടവും വെളിച്ചവും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ പഴയ വള ഉപയോഗിച്ചിട്ട് കർട്ടൻ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്തിടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പഴയ വള വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളാണ് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് ടിപ്പാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കൂടി കമൻറ്റ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.